the family, for the nation. സ്വയം ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ടൊക്കെ മാറിയ ഒരു അവസ്ഥ ഒന്നുമില്ല. അതെങ്ങനെയാണ് എപ്പോഴാണ്? അത് ജില്ലാ ആശുപത്രിയിൽ ഈ സേവന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കഠിനമായി പനി വന്നപ്പോൾ അവിടുത്തെ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്തപ്പോൾ ECG എടുക്കാൻ യാദൃശ്യ അദ്ദേഹം ആവശ്യപ്പെട്ടു. ECG എടുത്തപ്പോഴാണ് ഈ ഹാർട്ടിൽ വ്യതിയാനം തകരാറുണ്ട് എന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടു പ്രാഥമികമായിട്ട്. അത് ഉടൻ തന്നെ ഡോക്ടർ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് നെഞ്ചുരോഗ വിഭാഗം ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എക്കോ നോക്കിയപ്പോൾ ഹാർട്ടിൻ്റെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഇനി ഒരു സെക്കൻഡ് നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഒരു പക്ഷേ സർജറി വേണ്ടി വരും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉടനെ തന്നെ പോകണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം നിർബന്ധം ചെലുത്തി ഉടനെ തന്നെ എത്തിച്ചേരണം. അങ്ങനെ പ്രഗത്ഭരായ മറ്റ് ചില ഡോക്ടർമാരുടെ നിർദ്ദേശോപദേശം ഞാൻ തേടി. അവിടുത്തെ ന്യൂ മെഡിക്കൽ കോളേജിലെ തൃശ്ശൂരിലെ ഡോക്ടർ ജയരാജ് എന്ന് പറയുന്ന അവിടുത്തെ സൂപ്രണ്ടിൻ്റെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് അദ്ദേഹം കവർ ലെറ്റർ തന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി ലെറ്റർ തന്നു. ആ ലെറ്ററുമായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ചേവായൂർ കൃത്താട്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കൃത്താട്സിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തന്നു. അങ്ങനെ അന്ന് രാത്രി അവിടെ കിടന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ കണ്ട് അഡ്മിറ്റായി. ഉടനെ തന്നെ സർജറിക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആൻജിയോഗ്രാം കഴിഞ്ഞപ്പോൾ ഉടനെ സർജറിക്ക് വിധേയപ്പെടണം. പക്ഷെ തൊറാസിക് സർജറി വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഈ ചെറുപ്പം മുതലേ ഡയബറ്റീസ് ഉള്ള കാരണം ചെയ്യാൻ വിസമ്മതം കാണിച്ചു അദ്ദേഹം. അങ്ങനെ അധികം കാലം അവിടെ ഒരു മാസം അവിടെ അഡ്മിറ്റ് ചെയ്ത് കിടപ്പിലായിരുന്നെങ്കിലും ഉടനെ തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അവിടെ നിന്നാണ് പരിചയമുള്ള ഡോക്ടേഴ്സിനെ കണ്ട് ഈ വിവരങ്ങൾ ധരിപ്പിച്ച് ആൻജിയോഗ്രാമിൻ്റെ CD റിപ്പോർട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ മുഖേനയാണ് അമല മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് റെഫർ ചെയ്യുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരും വല്ലാതെ വിഷമസന്ധികൾ പറഞ്ഞു. കാരണം ഇത് ഡയബറ്റീസ് ഉള്ള കാരണം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സർജറിയാണിത് എന്ന് പറഞ്ഞു. എങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം, ഞങ്ങൾ ചെയ്യാം, ഡേവിസിൻ്റെ ഉറപ്പ് പോലെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ 100% ഉറപ്പിലാണ്, ഞാൻ ജീവനോടുകൂടി സർജറിക്ക് ശേഷം പുറത്തു വരും. എനിക്ക് ഉറച്ച വിശ്വാസവും ഇച്ഛാശക്തിയുണ്ട് അക്കാര്യത്തിൽ. പിന്നെ ദൈവത്തിലുള്ള പ്രത്യാശയുണ്ട്. ശരിക്കും ഇതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് നാൾ നമുക്ക് ജീവിക്കുന്നെങ്കിൽ അത് കുറച്ച് നാൾ സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ച് തീർക്കാം. ഇനിയൊരു സർജറിക്ക് പോയി അതിൻ്റെ ഫലം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കേണ്ട അത്തരത്തിലൊരു മൈൻഡ് സെറ്റ്, ഒരു കുറച്ചൊരു വിഷാദം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് സാറിന് ആ ഒരു ആത്മബലം കിട്ടിയത്? അങ്ങനെയുള്ള അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിലുള്ള പ്രത്യാശ ഒന്ന്, എന്തിനും തരണം ചെയ്യാൻ മാത്രം കഴിവുള്ളവനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ സർജറിക്ക് ഒരുങ്ങാനുള്ള കാരണം ഉണ്ടായത്. എന്തൊക്കെയോ മാനവ സമൂഹത്തിന് നമ്മെക്കൊണ്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നൊരു മനോഭാവം മനസ്സിൻ്റെ ഉള്ളിൽ ജനിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സർജറിക്ക് ഒരുങ്ങിയത്. ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, തുടർന്ന് നമ്മൾ ജീവിക്കും പുതിയ മനുഷ്യരായിട്ട്. എന്തൊക്കെയോ സമൂഹത്തിന്, വ്യക്തികൾക്കോ മറ്റുള്ളവർക്കോ നമ്മിൽ നിന്ന് നന്മ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും എന്ന ഒരു പ്രത്യാശയും ഇച്ഛാശക്തിയും, അത് വിശ്വാസവും കൂടി ഉണ്ടായിരുന്നു. സർജറിക്ക് വിധേയനായി. എത്ര വർഷമായി കഴിഞ്ഞിട്ട്? അത് ജൂൺ 11 ആയിരുന്നു 2008. ഒരു വർഷം. അപ്പോൾ ഈ സർജറിയോടൊപ്പം തന്നെ സംഭവിച്ച മറ്റൊരു വിഷയം കൂടി ഉണ്ട്. യഥാർത്ഥത്തിൽ സർജറി കഴിഞ്ഞ് അന്ന് തന്നെ ന്യൂമോണിയ ബാധിച്ചു എന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിരുന്നു. കാരണം സർജറി കഴിഞ്ഞപ്പോൾ തന്നെ വെന്റിലേറ്റർ ഘടിപ്പിച്ചു. ശ്വാസം കൃത്രിമമായിട്ട് ഓക്സിജൻ ഘടിപ്പിച്ചു. വല്ലാതെ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിൽ ദയനീയമായ രീതിയിലാണ് വെന്റിലേറ്റർ ഘടിപ്പിച്ച് 30 ദിവസം അവിടെ CCUV എന്ന് പറയുന്ന ആ കെയർ യൂണിറ്റിൽ കിടന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ലൻസിൽ അതിനോടൊപ്പം ഡാമേജ് വന്നു.
ഇപ്പോഴും അതിനു വേണ്ടി ചികിത്സയുണ്ട്. പക്ഷെ അവിടെ കിടന്നു ഞാൻ ചെറുപ്പം മുതലേ ധാരാളം പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എനിക്ക്. അത് ഞാൻ കൂടുതലും ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കാറ്. അപ്പോൾ ആ അവസ്ഥയിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ, ഒരു പരിധി വരെ എനിക്ക് ബലം കിട്ടിയിരുന്നു സർജറി കഴിഞ്ഞ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ വല്ലാതെ കലശലായിട്ട് ബാധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരമാകെ തളർന്ന് ലൂസ് മോഷനായി. അങ്ങോട്ടും ഇങ്ങോട്ടും എണീക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റാത്ത കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒന്നുകിൽ എനിക്ക് ശുഭകരമായ ഒരു മരണം അല്ലെങ്കിൽ പരിപൂർണമായി സൗഖ്യം തരാൻ ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു. കാരണം എല്ലാവരും പറയുന്നു, ഞാൻ ഡോക്ടേഴ്സും തമ്മിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ എത്തിച്ചേരുന്നവരുടെ മുഖത്തൊന്നും എനിക്കറിയാം. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, വെന്റിലേറ്റർ ഘടിപ്പിക്കുന്നു. സർജറി കഴിഞ്ഞാൽ റൈറ്റിംഗ് ബോർഡിൽ മനോഹരമായ കയ്യക്ഷരത്തിൽ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടിൽ എഴുതി കൊടുക്കും. അപ്പം തന്നെ എനിക്ക് ഏറ്റവും സ്മരിക്കേണ്ട 1-2 ഡോക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഡോക്ടർ എസ് രാജഗോപാൽ, കാർഡിയോ വാസ്കുലർ സർജൻ, അമല മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. രണ്ടാമത് ഡോക്ടർ റെന്നിസ് ഡേവിസ്, എൻ്റെ ശ്വാസകോശത്തിൻ്റെ ഇപ്പോഴും ടെലിഫോൺ വിളിച്ച് കാര്യങ്ങൾ ആരായുന്ന ഡോക്ടർ. പിന്നെ മറ്റൊരു ഡോക്ടർ ബിസ്റ്റോ. ഒരു സെക്കൻഡ് ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ ഡോക്ടർ ഡെന്നീസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്, സംസാരിക്കാം. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, ഞങ്ങൾ മിസ്റ്റർ ഡേവിസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ താങ്കളുടെ കാര്യം പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അദ്ദേഹം വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് ആശ്വാസം പകർന്ന ഒരു ഡോക്ടറാണ് അങ്ങെന്ന് പറയുണ്ടായി. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു നാളുകളെ എങ്ങനെയാണ് ഓർക്കുന്നത്? പുള്ളിക്കാരന്റെ ഒരു ഇന്റർസ്റ്റിഷ്യൽ ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. അപ്പൊ അത് സാധാരണ കാണുന്ന രീതിയിലുള്ളതല്ല. പുള്ളിക്കാരൻ ഡയബറ്റീസും പിന്നെ അതുപോലെ തന്നെ ഈ ബൈപ്പാസ് സർജറിയും കഴിഞ്ഞിട്ട് കിടക്കേണ്ടി വന്ന കാരണം കുറച്ചൊരു ന്യൂമോണിയ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അത് ഇൻഡസ്ട്രിഷ്യൽ കമ്പോണന്റിൽ വന്നിട്ട് ഒരു ന്യൂമോണിയ ആയിട്ടാണ് കുറച്ചു നാള് വെന്റിലേറ്ററിന്റെ ഓക്സിജൻ സഹായവും മറ്റും വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഡേവിസിനെ, നല്ലൊരു മനുഷ്യനുമാണ് പുള്ളിക്കാരനെ. ഇതേപോലെ വെന്റിലേറ്റർ കിടക്കുന്ന അവസരത്തിൽ എന്നോട് കാര്യങ്ങളെല്ലാം പറയാറുള്ളത് ഭാഷയിലും പിന്നെ എഴുതി കാണിച്ചിട്ടുമാണ്. അപ്പോ 1 മാസത്തോളം പുള്ളിക്കാരന് വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നു. ബാക്കി ദൈവദീനം കൊണ്ട് പുള്ളിക്കാരൻ ചികിത്സയുടെ ഗുണം കൊണ്ടും ആള് വെന്റിലേറ്ററിന്റെ സഹായം കൂടാതെ തന്നെ ശ്വസിക്കാനുള്ള ശക്തിയും പിന്നെ പഴയ രീതിയിൽ തിരിച്ചു വരികയുണ്ടായി. ഡോക്ടർ, യഥാർത്ഥത്തിൽ ഇപ്പം ഇതേപോലെയുള്ള കേസുകളിൽ ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ കഴിവുകൾക്കപ്പുറം ഈ പേഷ്യന്റിന്റെ ഇച്ഛാശക്തിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞേക്കാറുണ്ട്. സത്യത്തില് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണോ? പുള്ളിക്കാരന്റെ ഒരു പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഡേവിസിനുണ്ട്. വളരെ സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയ വന്നിട്ട് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ വെന്റിലേറ്ററിൽ 100% ഓക്സിജൻ കൊടുക്കുമ്പോഴും പുള്ളിക്കാരന്റെ ഒരു മനസാന്നിധ്യം ഒരു 100% തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇതിനെല്ലാം അതിജീവിച്ച് പുള്ളിക്കാരൻ പുറത്തു വരും എന്നുള്ള രീതിയിലും അത് പുള്ളിക്കാരന്റെ ഞങ്ങള് കവിതകളിൽ നോക്കിയും ആ വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ കവിതകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് ഞാൻ വളരെ ജീവനോട് മല്ലടിച്ച് കിടക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ഈ കവിതകൾ പല കവിതകളും എഴുതിയിട്ട് ഞങ്ങൾ കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഒരു പോസിറ്റീവ് ഇഫക്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ച് ആള് പുറത്ത് എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് വേദനകളും അതുപോലെ തന്നെ ഈ ഓപ്ഷൻ ഇല്ലാത്ത രീതി എടുക്കുമ്പോൾ പോലും അത് കവിത എഴുതാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രോഗിയെ ഇത്ര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു പോസിറ്റീവ് ഇഫക്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ചികിത്സിക്കാനുള്ള ഒരു ഉത്തേജകം ഉണ്ടായിരുന്നതും. നമുക്ക് മെഡിക്കൽ ചികിത്സ കൊണ്ട് കിട്ടാവുന്നതിന്റെ മാക്സിമം ഞങ്ങൾ നോക്കിയിട്ട് പുള്ളിക്കാരനെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ ഇത്രയും നേരം സംസാരിച്ചതിന്. മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒരു ഇടവേള കൂടി. എന്തു പറയുമായിരുന്നു സാർ ആ സമയം? ആള് പറയും ദൈവത്തോട് പറയാൻ പറയും. വീട്ടിൽ വന്നപ്പോ പിന്നെ അത്രയും പ്രയാസം തോന്നിയില്ല. എല്ലാം ശരിപ്പെടുന്നു തോന്നി. എന്താണെന്ന് വെച്ചാൽ 30 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് ഡോക്ടർ വരയ്ക്കും കൈവിട്ടതായിരുന്നു. Jai
the family, for the nation. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് തന്നെ എത്ര വലിയ ചികിത്സ നടത്തി കഴിഞ്ഞാൽ ഒരു രോഗിയുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ശരിക്കും അതിന് ഈ രോഗം ഭേദമാകാനായിട്ട് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. രോഗശൈലിയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പോലും വളരെ എന്താ പറയുക ജീവിതം തുടിച്ചു നിൽക്കുന്ന കവിതകൾ എഴുതിയെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ചോദിക്കുന്നത് എപ്പോഴാണ് ഈ ജീവിത സഖിയെ കണ്ടുമുട്ടിയത്? എത്രത്തോളമൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം ഏത് സമയത്തായിരുന്നു? ഞാൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് 9 മാസമായപ്പോൾ ആൾ വേറിട്ട് പോയി. ശാരീരികമായിട്ട് ആ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഗർഭിണിയായിരുന്നു അദ്ദേഹം. അതിന് ശേഷമാണ് എനിക്കൊരു മകനുണ്ട്. ആ മകൻ ഇപ്പോൾ മറൈൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. ആദ്യത്തെ വിവാഹത്തിലുള്ള മകൻ. മകൻ എൻ്റെ അടുത്ത് വരും. പക്ഷേ അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു ആളുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ള അവസ്ഥയിലാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതെൻ്റെ അമ്മയുടെ ആംഗ്ലയുമായിട്ട് ആലോചന നടത്തി വിവാഹം നടത്തിയത്. അത് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. ശരിക്കും സാറിനിപ്പോൾ ഇത്രയും വളരെ ഭീകരമായിട്ടുള്ള 1 മാസം വെന്റിലേറ്ററിൽ കിടക്കുക വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ റോസ്ലി ചേച്ചി എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്തത്? ശരിക്കും ആ ഒരു കാര്യമാണ് അറിയേണ്ടത്. കാരണം റോസ്ലി ചേച്ചിയാണ് ഇതിൻ്റെ ഒരു പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ എങ്ങനെയായിരുന്നു ചേച്ചി അത് തരണം? ദൈവത്തിലേക്ക് സാറ് പറയുന്ന പോലെ ഒരു ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥനയും എന്നും പ്രാർത്ഥനയായിട്ടിരുന്നു. ശരിക്കും സാർ എങ്ങനെയായിരുന്നു ഈ വയ്യാതെ കിടക്കുന്ന ഒരവസ്ഥയിൽ ചേച്ചിക്ക്? ഇപ്പം പേഷ്യൻ്റ് വളരെ പോസിറ്റീവാണ്, ചേച്ചി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. അപ്പോൾ സാറായിരുന്നു ഒരു കുറച്ചുകൂടി ശക്തി തന്നിരുന്നത്. അങ്ങനെ ശക്തി തന്നതുകൊണ്ട് അങ്ങനെ എന്തു പറയുമായിരുന്നു സാർ ആ സമയം? ആ സമയം ആള് പറയും ദൈവത്തോട് പറയാൻ പറയാം. പിന്നെ കുട്ടികൾ മോളെ വിവാഹം കഴിഞ്ഞു. അപ്പൊ കുട്ടികളുടെയൊക്കെ ഈ ഒരു അസുഖമൊക്കെ വന്ന് കിടന്ന സമയം അവരുടെയൊക്കെ ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ അവരെങ്ങനെയായിരുന്നു? അവർക്ക് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലൊക്കെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് അങ്ങനെ നടന്നു. ശരിക്കും ഒരു കൂട്ടായൊരു പ്രാർത്ഥനയും ബാക്കി മെഡിക്കൽ ഒരു ട്രീറ്റ്മെന്റും തന്നെയായിരുന്നു എന്ന് പറയാം അല്ലെ? ഈ രോഗമൊക്കെ കഴിഞ്ഞ് ഈ ന്യൂമോണിയൊക്കെ ബാധിച്ച സമയം വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അതിനുശേഷം രോഗം കഴിഞ്ഞ് സാർ വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? വീട്ടിൽ വന്നപ്പോ പിന്നെ അത്രയും പ്രയാസം തോന്നിയില്ല. എല്ലാം ശരിപ്പെടുന്നു തോന്നി. എന്താണെന്ന് വെച്ചാൽ 30 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് ഡോക്ടർ വരയ്ക്കും കൈവിട്ടതായിരുന്നു. എല്ലാ മരുന്നുകളും പുറമെന്നായിരുന്നു. കൊച്ചിന്ന് എറണാകുളത്തു നിന്നൊക്കെ വരുത്തിയായിരുന്നു ഈ അണുബാധ വന്നപ്പോ. അല്ല ശരിക്കും സാമ്പത്തികമായിട്ട് ഇത്രയും വലിയ ചെലവാണ്. ബൈപ്പാസ് ചെയ്യുക, മറ്റ് ഓപ്പറേഷൻ വളരെ ചെലവേറിയതാണ്. അപ്പൊ ആ സമയത്ത് ചേച്ചിക്കൊക്കെ ഒരു സഹായം ആരായിരുന്നു? സാമ്പത്തികം ഓരോരുത്തരായിട്ട് സഹായിച്ചു. ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ നിന്നും സഹായിച്ചു. അവസാന ആശുപത്രിയിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ അവിടെ ബില്ലില് അടച്ച് അവര് ഡിസ്ചാർജ് ആക്കിയത്. ആ സമയം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സഹായിച്ചു. ശരിക്കും എനിക്കൊന്നും അവർക്കൊക്കെയാണല്ലേ യഥാർത്ഥത്തിൽ വളരെയധികം നല്ല മനുഷ്യർ സഹായിച്ചു, പണം എത്തിച്ചു തന്നു. ഈ KV അബ്ദുൾ അസീസ്, വ്യവസായ പ്രമുഖൻ, സിറ്റി സെന്ററിന്റെ ഓണർ, ഡയറക്ടർ KV മുഹമ്മദ് സക്കീർ, അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ജോൺ എൽ ചാക്കോള. നമുക്കൊരു പരിചയമില്ലാത്തവർ പോലും 10-25,000 രൂപ ബില്ല് അടച്ചിട്ട് പോയി. അവിടെ കിടന്നിരുന്നതാണ്. അവിടെ ഇരിഞ്ഞാലക്കുടയുള്ളതാണ്. അപ്പോൾ അവിടെ അവർ കിടന്നിരുന്നതാണ്. അപ്പോൾ അവരിങ്ങനെ ഇത്രയും സീരിയസ് ആണെന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോൾ അവർ വന്ന് ബില്ലടച്ചിട്ട് പോയി 25 രൂപ. ഡേവിസ് മരോട്ടിച്ചാലിൻ്റെ ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെയും തുടരും. അതുവരെ നമസ്കാരം. ആള് പറയുക ഇനി എനിക്ക് നല്ല ആരോഗ്യമാണ്, ഇനി എനിക്ക് മുമ്പത്തെക്കാട്ടിലും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശക്തി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ദൂരേക്ക് നോക്കൂ മക്കളെ, വടി കുത്തി കൂനിയാടി നടന്നു പോകും മുത്തശ്ശിയാളെ. ഈ ഒറ്റപ്പെട്ട് അവഗണിക്കപ്പെടുന്ന ഈ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവരുടെ അവസ്ഥയാണ് കൂടുതൽ പരാമർശിക്കാറ്.